അല്ല അപ്പോൾ ഇവൻ്റെ അപ്പനും ഞാനൊക്കെ സുഹൃത്തുക്കളാണ്. ഇതാണ് അപ്പൂസ ഞാൻ പറയുന്ന മാരാട്ടൻ. മൈലമ്പാടി സ്കൂളിൽ 1ാം ക്ലാസ്സിൽ വന്ന അന്ന് മുതലുള്ള ആത്മബന്ധം അല്ലേ? പക്ഷെ മാരാട്ട, പിന്നെ ഞാൻ ഒരുപാട് കച്ചവടക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ മാരാട്ടൻ അന്നും ഇന്നും എല്ലാം ഈ കട ഇങ്ങനെയാണ്, ഈ കച്ചവടം ഇങ്ങനെയാണ്. അത് എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, നമ്മൾ മിഠായിക്ക് പൈസ ഇല്ലാതെ വന്നാലും മാരാട്ടൻ മിഠായി തരും. അങ്ങനെ മക്കളെ കരുതുന്ന ഒരു കച്ചവടക്കാരൻ. ഇങ്ങനൊരു കച്ചവടക്കാരൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഏത് കുട്ടികൾക്കും എനിക്കില്ലാണ്ട് അതിനോട് പോകുമ്പോൾ അവരെ വിളിച്ചിട്ട് അതെ, അതൊക്കെ അനുഭവിച്ചതാണ് ഞങ്ങളും. വേറെ എവിടെ കച്ചവടം തുടങ്ങിയാൽ ഏത് കച്ചവടം ഇങ്ങനെ ആ കടകൾക്ക് മാറ്റം ഉണ്ടാവും, എല്ലാ മാറ്റം കാണാം അല്ലേ? എനിക്ക് ആ 1ാം ക്ലാസ്സിൽ അപ്പച്ചൻ കൊണ്ടുവിടുന്ന സമയത്തുള്ളൊരു ഓർമ്മയാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് തന്നു വിട്ട്, വൈകുന്നേരം ഇവിടെ നിന്ന് മേടിച്ച് തന്നു വിട്ട്. കുരുമുളത്തെ മാഷാണ്, മത്തേരി WMS സ്കൂളിലോ. ഇപ്പം മരട്ട മിഠായി എന്തൊക്കെയാ ഉള്ളത്? കാലിയായി. ഇനി എന്നപ്പോ സ്കൂള് തുറക്കുമ്പോഴേക്കും തിങ്കളാഴ്ചത്തേക്ക് കൊണ്ടുവയ്ക്കോ? കുറച്ചെടുക്കണം. ഒരു നാരങ്ങ മിഠായിയുടെ മധുരം കൊതിച്ച് ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് മാരട്ടൻ കൈകാട്ടി വിളിക്കായിരുന്നു. കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ചോദിക്കില്ല, മിഠായി തരും. എനിക്ക് മാത്രമല്ല, ബാക്കിയുള്ള കുട്ടികൾക്ക് മുഴുവൻ. അതുകൊണ്ട് തന്നെ മാരേട്ടൻ്റെ കടയിലെ മിഠായി ഭരണികൾ അന്നും ഇന്നും എത്രയും പെട്ടെന്ന് കാലിയാവുമായിരുന്നു. ഞങ്ങൾക്കന്ന് മിഠായിയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര റയറായിട്ടേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ചക്കക്കുരു ചുട്ട് കൊണ്ടുവരുന്നവരുണ്ടാവാം, അതല്ലെങ്കിൽ ഈ കണ്ണിമാങ്ങ, അതുപോലെ എന്തെങ്കിലും ചാമ്പയ്ക്കയോ അങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഓരോരുത്തർ കൊണ്ടുവരും, അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യായിരുന്നു. അതിൻ്റെ ഇടയിൽ ലോട്ടറി അടിച്ച പോലെ ഒരു മിഠായി എന്നൊക്കെ പറഞ്ഞ 5 പൈസ, എൻ്റെ ഓർമ്മയിൽ 5 പൈസയൊക്കെയാണ് കാളവണ്ടി പണിയെടുത്ത്. ഇപ്പൊ കാളവണ്ടിയില്ല, ഒന്നുമില്ല. നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് പോവാം. ഇവിടെ നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് അങ്ങ് പോവാം.